ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നമ്പർ 8 ഉല്ലാസയാത്ര. ടാസ്ക് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും കാറിനുള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ 8 മത്സരാർത്ഥികളാണ് കാറിലിരിക്കുന്നത്. അതിൽ 5 പേർ പിറകിലും 3 പേർ ഫ്രണ്ടിലുമായിട്ടാണ് ഇരിക്കുന്നത്. നൂറയും ആര്യനുമായിരുന്നു ആദ്യം ഫ്രണ്ടിൽ കയറി ഇരുന്നത്. അവരെ പിടിച്ചു തള്ളിക്കൊണ്ടായിരുന്നു അനീഷ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നത്. ടാസ്ക് തുടങ്ങിയതിനു ശേഷം ഓരോരുത്തരായി തള്ളി പുറത്താക്കാൻ വേണ്ടിയെല്ലാം ശ്രമിക്കുന്നുണ്ട്. നെവിനാണെങ്കിൽ ബാക്കിലെ സീറ്റിലിരുന്നു കൊണ്ട് അനുമോളെ നന്നായി തന്നെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഭക്ഷണം കഴിച്ചതുകൊണ്ട് ടോയ്ലറ്റിൽ പോകാനുണ്ട്, ഗ്യാസ് വിടാനുണ്ട്, ആമ്പക്കം വിടാനുണ്ട് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് അനുമോളെ അർപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും വിയർപ്പിന്റെ നാറ്റം നന്നായി ഉണ്ടെന്നാണ് അനുമോൾ പറയുന്നത്. ഇവറ്റകൾക്കൊക്കെ ഒന്ന് കുളിച്ചൂടെ, അറ്റ്ലീസ്റ്റ് സ്പ്രേ എങ്കിലും അടിച്ചൊന്ന് കയറിക്കൂടായിരുന്നില്ലേ എന്നൊക്കെ പറയുകയായിരുന്നു. നെവിൻ കുറെ സമയമായി എനിക്ക് ടോയ്ലറ്റിൽ പോകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൂറയ്ക്ക് സപ്പോർട്ടായി ആദില തൊട്ടു പിന്നിൽ തന്നെ ഉള്ളതുകൊണ്ട് ഫ്രണ്ട് സീറ്റിലെ ഡോറിന്റെ ലോക്ക് ഇടയ്ക്കിടയ്ക്ക് ആദില തുറക്കുന്നുണ്ട്. എന്നിട്ട് നൂറയോട് പറയുന്നുണ്ട് പുഷ് ചെയ്യുവാൻ വേണ്ടി. അങ്ങനെ ആര്യനും നൂറയും അനീഷിനെ കിടന്ന് പുഷ് ചെയ്യുന്നുണ്ട്. അനീഷ് ഒരുപാട് നേരം ബഹളം വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് ഫെയർ ഗെയിം കളിക്ക്, എന്തിനാണ് നിങ്ങൾ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആര്യൻ പതുക്കെ നൂറയെ ഒതുക്കി ഒരു മൂലയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി നൂറ കൂടി പുഷ് ചെയ്താൽ അനീഷിനെ മിക്കവാറും പുറത്താക്കാനാണ് സാധ്യത. എത്ര നേരം അവർ ഈ ചെറിയ കാറിൽ സർവൈവ് ചെയ്യുമെന്നുള്ളത് അറിയില്ല. അനീഷ് ഇവരോട് പറഞ്ഞതൊന്നും കേൾക്കാത്തത് കാരണം അനീഷ് സെൽഫായി സംസാരിക്കുവാൻ തുടങ്ങി. അനീഷ് മറ്റുള്ള ഹൗസ്മേറ്റ്സിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഇന്റർസോളിനോട് സംസാരിക്കുകയാണ്, അല്ലാതെ നിങ്ങളോടല്ല സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഒന്നും തന്നെ പറയാനില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇനി ഒന്നും മിണ്ടാനും നിൽക്കുന്നില്ല എന്നായിരുന്നു അനീഷ് പറഞ്ഞത്. നെവിൻ വീണ്ടും ടോയ്ലറ്റിൽ പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അക്ബർ ഡോറ് തുറന്നു കൊടുത്തു. അങ്ങനെ നെവിൻ ഇറങ്ങുന്നത് പോലെ കാണിച്ച് അക്ബറിനെ പിടിച്ചു വലിക്കുകയായിരുന്നു. എന്നാൽ നെവിൻ്റെ പ്ലാൻ മൊത്തം പാളിപ്പോയി. നെവിനെ പിടിച്ച് തള്ളുകയായിരുന്നു അക്ബർ. അങ്ങനെ നെവിൻ ഗാർഡൻ ഏരിയയിലേക്ക് വീണു. നെവിൻ ഇപ്പോൾ ടാസ്കിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഈ ഒരു ടാസ്ക് കൂടി വിൻ ചെയ്യുന്നത് നൂറയാണെങ്കിൽ ടിക്കറ്റ് ടു ഫിനാലെ തീർച്ചയായും നൂറയ്ക്ക് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ബിബിയുടെ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.